ഒരാൾ തലറങ്ങി വീണ് വാദം മൈൻഡ് പോലും ചെയ്തില്ല. അതിന് ഓട്ടോ വിളിക്കാൻ പറഞ്ഞിട്ട് ഓട്ടോ പോലും വിളിച്ചില്ല. വാദം മൈൻഡ് ചെയ്ത മിണ്ടാതെ നടന്ന് അടുത്ത് വീണ്ടും കൊച്ചുങ്ങൾ തലറങ്ങി വീണ് ഇവിടെ വന്ന പാരന്റ്സിന്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലില്. ഒരാൾ തലറങ്ങി വീണ് വാദം മൈൻഡ് പോലും ചെയ്തില്ല. അതിന് ഓട്ടോ വിളിക്കാൻ പറഞ്ഞിട്ട് ഓട്ടോ പോലും വിളിച്ചില്ല. വാദം മൈൻഡ് ചെയ്ത മിണ്ടാതെ നടന്ന് അടുത്ത് വീണ്ടും കൊച്ചുങ്ങൾ തലറങ്ങി വീണ് ഇവിടെ വന്ന പാരന്റ്സിന്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലില്. മാർത്താണ്ഡം കരിങ്കൽ നഴ്സിംഗ് കോളേജിലെ മലയാളി വിദ്യാർത്ഥിനിയുടെ മരണം കോളേജ് പ്രിൻസിപ്പലിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒരു വർഷം മുമ്പ് കോളേജ് ക്യാമ്പസിലെ ഭക്ഷ്യവിഷബാധ വിഷയത്തിൽ അൻസിജി മാധ്യമങ്ങളോട് പ്രതികരിച്ചതായിരുന്നു കോളേജ് അധികൃതർക്ക് അൻസിജിയോട് വൈരാഗ്യത്തിന് കാരണം. ഒരാൾ തലറങ്ങി വീണ് വാദം മൈൻഡ് പോലും ചെയ്തില്ല. അതിന് ഓട്ടോ വിളിക്കാൻ പറഞ്ഞിട്ട് ഓട്ടോ പോലും വിളിച്ചില്ല. വാദം മൈൻഡ് ചെയ്ത മിണ്ടാതെ നടന്ന് അടുത്ത് വീണ്ടും കൊച്ചുങ്ങൾ തലറങ്ങി വീണ് ഇവിടെ വന്ന പാരന്റ്സിന്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലില്. ഒരു വർഷത്തിന് മുമ്പ് അവിടെ ഫുഡുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. അതായത് ഫുഡ് കഴിച്ച് 3-4 കുട്ടികൾക്ക് തലച്ചുറ്റും ഛർദിയൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ കോളേജിലൊരു സ്ട്രൈക്ക് ഉണ്ടായി. ആ കൂട്ടത്തിൽ എൻ്റെ മോളും ഉണ്ടായിരുന്നു. ആ സമയം കുറേ കുട്ടികളെ പുറത്താക്കി, എൻ്റെ മോളെയും പുറത്താക്കി. തിരിച്ച് 10-15 ദിവസം ക്ലാസ്സിൽ കയറ്റിയില്ല. പിന്നെ ഫൈൻ അടച്ച് 50,000 രൂപ ഫൈൻ അടച്ചാണ് തിരികെ ക്ലാസ്സിന് കയറ്റിയത്. അൻസിജി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജി കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിലാണ് കോളേജ് പ്രിൻസിപ്പാൾ ഷീജയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ഇന്നുച്ചയോടെ എരണിയൽ കോടതിയിൽ ഹാജരാക്കിയ പ്രിൻസിപ്പൽ ഷീജയെ തക്കല വനിതാ ജയിലിലേക്ക് മാറ്റി. അൻസിജിയുടെ കുടുംബവും വിദ്യാർത്ഥികളും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും കോളേജ് പ്രിൻസിപ്പാൾ ഷീജ ഉൾപ്പെടെയുള്ള 5 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായി നിൽക്കുമ്പോഴാണ് ഒളിവിൽ പോയ ഷീജയെ തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലെ ഹൊസൂരിൽ നിന്നും പിടികൂടിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രിൻസിപ്പാളിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പലിന് മാത്രമല്ല പരാതി നൽകിയിട്ടുള്ള മറ്റുള്ളവരെയും ഉടൻ പിടികൂടണമെന്നും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. അന്വേഷണത്തിൽ തൃപ്തിയും വിശ്വാസവുമില്ലെന്നും മറ്റൊരു ഏജൻസിയെ കൊണ്ട് സംഭവം അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു.